Hello, my dear children. Welcome to Hidaya online class. I am Rasida, your social science teacher. So let's start our social science class. Okay, students, we are going to start a new lesson, diversity in social life. സമൂഹ ജീവിതത്തിലെ വൈവിധ്യം. We are living in a diverse society. Surroundings are a major role in the personal life. This chapter helps us to understand various life of different societies. This chapter includes the features of tribal community, changes of villages, features of urban community, problems of cities, remedial measures to rural and urban problems, etc. Okay. Let's start. Students, first we are going to discuss about tribal community. Tribe, a group of people who live in a particular area and speak a language unique to them is called a tribe. Okay, a group of people who live in a particular area and speak a language unique to them is called a ട്രൈബ്. അതായത് ഒരു പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ആര്? ട്രൈബ്സ്, അതായത് ഗോത്ര സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ആൻഡ് സ്പീക്ക് എ ലാംഗ്വേജ് യുണീക് ടു ദം ഇസ് കോൾഡ് എ ട്രൈബ്. അതായത് ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ആര്? ട്രൈബ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. They follow unique customs and rituals. Tribes have a unique lifestyle. Now, they are generally confined either to forests and hills or to the interior parts and isolated valleys. അതായത് they follow unique customs and rituals. അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഗോത്രവർഗക്കാർക്കും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ട്രൈബ്സ് ഹാവ് എ യുണീക് ലൈഫ് സ്റ്റൈൽ. അത് ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയാണുള്ളത്. അതുപോലെ തന്നെ ദേ ആർ ജനറലി കൺഫൈൻഡ് ടു ഐദർ ടു ദി ഫോറസ്റ്റ് ആൻഡ് ഹിൽ, കാടുകളിലും അതുപോലെ തന്നെ ഹില്ലുകളിലും കുന്നുകളിലും ഒക്കെയാണ് അതേപോലെ അവര് താമസിച്ചിരുന്നത്. Okay, clear? Let us try to identify the features of the tribal community. ഇനി നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. Generally, the tribal settlements are located in the hills, forests or isolated valleys. Each tribal group live together in a particular area. Their lifestyle are totally different from that of other communities. Okay. Generally, the tribal settlements are located in the hills, ഫോറസ്റ്റ് ഓർ ഐസൊലേറ്റഡ് വാലീസ്. അതായത് കുന്നുകളിലും കാടുകളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലും ഒക്കെയാണ് ട്രൈബലുകൾ അവർ കൂട്ടമായിട്ട് ജീവിച്ചിരുന്നത്. ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ് ലിവ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഓരോ ഗോത്ര സമൂഹവും ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ ഓരോ പ്രത്യേക പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്തിരുന്നത്? താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ their lifestyle are totally different from the other communities. വേറെ ഒരു ഗോത്രവർഗവുമായിട്ട് ഇവരുടെ ആചാരങ്ങൾക്കും ജീവിത രീതിക്കും ഒന്നും സാമ്യം ഉണ്ടായതില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നിലനിന്നിരുന്നത്. ഓക്കെ, ക്ലിയർ? Traditional type of cultivation and gathering of forest products are the means of living of these tribes. അതായത് ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതി, കൾട്ടിവേഷൻ രീതിയും അതുപോലെ തന്നെ ഫോറസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. Many of them are engaged in their traditional artisans work. Okay, traditional type of cultivation and gathering of forest product are the means of living of these tribes. Many of them are engaged in their traditional artisans work. Okay, every tribal society has its own language. Every tribal society has its own language. These dialects have no script. അതായത് ഓരോ ട്രൈബൽ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള ഭാഷയുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ടൊരു സ്ക്രിപ്റ്റ്, ഒരു ലിപി ഒന്നും ഉണ്ടായിരുന്നില്ല. സംസാര ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എവരി ട്രൈബൽ സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. ദീസ് ഡയലക്ട്സ് ഹാവ് നോ സ്ക്രിപ്റ്റ്. ഓക്കെ, ക്ലിയർ? Few words used by the Malaya tribes of Kerala. വേണ്ടിയാരു, വൈഫ്. വേണ്ടിയാരു എന്ന് പറഞ്ഞാൽ വൈഫ്, ഭാര്യനെ വേണ്ടിയാരു എന്നാണ് വിളിച്ചിരുന്നത്. വേദാരു, ഹസ്ബൻഡ്. അപ്പൻ, ഫാദർ. പേപ്പൻ, ഗ്രാൻഡ് ഫാദർ. മോളാരു, ഡോട്ടർ.
Monaru, son, Achi, elder sister, Chatan, elder brother. Okay. The words of Malaya tribes of Kerala. Vendiyaru wife, Vedaru husband, Appan father, Peppan grandfather, Molaru daughter, Monaru son, Achi elder sister, Chatan elder brother. Okay. The tribes have their own peculiar lifestyles. They live in close contact with nature. Geographical features have an important role in formulating the social life of these people. Okay, clear? All of you look at the picture. What do you think the tribes use these implements for? Write their uses below each of the pictures. അതായത് നമുക്ക് ഈ പിക്ചറിൽ 3 ചിത്രങ്ങൾ കാണാം അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ ഇംപ്ലിമെന്റ്സ്, ഈ ഉപകരണങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഓക്കെ, വെരി ഗുഡ്. അഗ്രികൾച്ചറൽ പർപ്പസ്, fishing and hunting. Okay. The tribes were not of the habit of recording their history or recording the knowledge they acquired. Hence, their myths, folk songs and local knowledge are not that familiar to others. Their ethnic art forms and rituals still prevail, ദോ വിത്ത് ചേഞ്ചസ്. അതായത് ഈ ട്രൈബ്സിനെ കുറിച്ചിട്ടുള്ള പ്രത്യേക അറിവുകളോ അതേപോലെ അവരെ പറ്റിയിട്ടുള്ള പാട്ടുകളോ ലോക്കൽ നോളജുകളോ ഒന്നും എഴുതി വെക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ആർട്ട് ഫോമുകളൊക്കെ ഇന്നും ഒരുപാട് മാറ്റങ്ങളോട് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? The place where the tribal people live together is known as Oru. അതായത് ഗോത്ര സമൂഹങ്ങള് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണെന്ത്? ഊര്. The place where the tribal people live together is known as Oru. Each Oru has a leader. Each Oru has a leader. People respectfully call him ഊരുമൂപ്പൻ. അതായത് ഊരില് ഓരോ ലീഡർമാരുണ്ടാവും, ഓരോ ഊരിനും ഓരോ ലീഡർമാരുണ്ടാവും. അവരെ ഊരുമൂപ്പൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. The place where the tribal people live together is known as Uru. Each Uru has a leader. People respectfully call him ഊരുമൂപ്പൻ. The Moopan or a group of senior members including the Moopan look after the administration of the Uru. Either the Moopan or the elderly group will have the supreme power of taking decision on the matters like marriage, other disputes, കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അതായത് ഓരോ ഊരിലും ഓരോ മൂപ്പന്മാരുണ്ടാവും. ആ മൂപ്പനും അതുപോലെയുള്ള സീനിയർ മെമ്പേഴ്സും കൂടിയിട്ടാണ് ഓരോ ഊരിലെയും കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങള് തീരുമാനിക്കുക. പ്രത്യേകിച്ച് വിവാഹങ്ങള്, അതുപോലെയുള്ള തർക്കങ്ങള്, പിന്നെ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഈ ഊര് മൂപ്പനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ? Next we discuss rural community, ഗ്രാമ സമൂഹം. Let's begin. Now all of you please observe the picture drawn by Meena. The theme of the drawing is her village. Can you identify the peculiar feature of lifestyle she has depicted in the picture? Yes, activities related to agriculture. It is a agricultural rural community. Traditional transport facilities like bullock carts are shown. No reforms have arrived in these villages. Okay, clear? അതായത് നമുക്ക് ഈ പിക്ചറിൽ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിച്ചു അല്ലേ? അതായത് ട്രാൻസ്പ്ലാന്റ് സീഡ്ലിങ്സ്, അതുപോലെ പൗണ്ടിങ് ഓഫ് പാഡി, കട്ടിങ് ഗ്രാസ്, റിയറിങ് ഓഫ് ഹെൻസ് ആൻഡ് ഡക്സ്, അതുപോലെ ചിൽഡ്രൻസ് ഫ്ലൈയിങ് കൈറ്റ്സ്, എ മീറ്റിംഗ് അണ്ടർ ദ ട്രീ, ഗിവിംഗ് ഫുഡ് ടു അനദർ മാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ പിക്ചറിൽ കാണാൻ പറ്റിയില്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്? അതായത് റൂറൽ കമ്മ്യൂണിറ്റിയിൽ കാണുന്നത്, അതായത് ഗ്രാമ സമൂഹങ്ങളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, ലിസ്റ്റ് ദി മേജർ ഫീച്ചർ ഓഫ് റൂറൽ കമ്മ്യൂണിറ്റി. ഇനി എന്തൊക്കെ സവിശേഷതകളാണ് ഈ ഗ്രാമ സമൂഹങ്ങളിൽ ഉണ്ടാവുക? ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഡ്രസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. സിമ്പിൾ ഡ്രസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ. ലൈഫ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ. Keep face-to-face relationship. Keep face-to-face relationship. Villages give importance to neighborhood relation. Okay, simple dress and lifestyle, life based on agriculture, keep face-to-face relationship. Villages give importance to neighborhood relation. Okay, clear?
Next, we discuss the traditional features of a traditional rural society. People of rural areas are close to each other and know each other. People of rural areas are close to each other and know each other. Their clothings are simple and so are their lifestyle. Agriculture and allied activities are the important occupation of traditional rural communities. Cattle rearing and handicraft are also their means of living. Okay, people of rural areas are close to each other and know each other. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ റൂറൽ ഏരിയയിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, അറിയാലെ ആളുകളെ നമുക്കറിയാം. അതുപോലെ തന്നെ their clothing are simple and so are their lifestyle. അവരുടെ ജീവിത രീതിയും അവരുടെ ഡ്രസ്സൊക്കെ എന്താണ്, സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ഓഫ് ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റി. ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റിയിൽ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട ജോലികളുമാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ കാറ്റിൽ റിയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ആർ ആൾസോ ദെയർ മീൻസ് ഓഫ് ലിവിങ്. അഗ്രികൾച്ചർ അല്ലാതെ കാറ്റിൽ റിയറിംഗ്, മൃഗങ്ങളെ വളർത്തലും ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു എന്ത്, അവരുടെ പ്രധാന ജീവിതമാർഗമെന്ന് പറയുന്നത്. Joint family system had a great importance in traditional villages. Joint family system, അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് ഇവിടെ more importance given to the traditional villages. Many rural joint families had their own traditional occupations undertaken by their clan. Many rural joint families had their own traditional occupation undertaken by their clan. അതായത് ഒരു പരമ്പരാഗതമായി കൈമാറി വരുന്ന ജോലികളാണ് എന്ത് ചെയ്തിരുന്നത്, എന്താണ് സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ വില്ലേജസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു neighborhood relation. They share and care for each other's happiness and sorrow. Generally all of them take part in rituals and festivals. അതായത് വില്ലേജിൽ ഉള്ളവർ കൂടുതൽ നൈബർഹുഡ് റിലേഷൻ, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസികളുമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെന്താണ്, സന്തോഷമായാലും ദുഃഖമായാലും എന്താണ് ഷെയർ ചെയ്യും. ഷെയർ ആൻഡ് കെയർ, അതായത് ഷെയർ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, പരസ്പരം എല്ലാവരും എന്താണ് കൂട്ടമായിട്ടാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് ജീവിക്കുന്നവരാണ് എവിടെ ഉള്ളവര്, വില്ലേജിൽ ഉള്ളവർ. ഓക്കെ, വില്ലേജസ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. അതായത് വില്ലേജിലുള്ളവര് നമ്മുടെ വീട്ടിന്റെ അടുത്ത് കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, കല്യാണമായാലും മരണമായാലും ഒക്കെ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ. ഓക്കെ, ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ലൈഫ്. ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ലൈഫ്. അതായത് വില്ലേജ് ജീവിതത്തിൽ, അതായത് ഗ്രാമീണ ജീവിതത്തിൽ ഫെസ്റ്റിവൽസിന്, ഓണമായാലും പെരുന്നാളായാലും അതുപോലെ തന്നെ എന്താണ് പൂരങ്ങളായാലും ഒക്കെ എന്താണ് ഒരുപാട് സന്തോഷിക്കുന്ന ആളുകളാണ് ആര്, നമ്മുടെ വില്ലേജിൽ താമസിക്കുന്നവർ. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വേർ ദി മേജർ സെലിബ്രേഷൻ ഇൻ ദ വില്ലേജസ്. അതായത് കൊയ്ത്തുത്സവങ്ങൾ എന്താണ് ഒരു മേജർ സെലിബ്രേഷൻ ആണ് വില്ലേജുകളിൽ. ഓക്കെ, ഇന്ത്യ കണ്ടിന്യൂ ടു ബി എ ലാൻഡ് ഓഫ് വില്ലേജസ്, but many of the villages are getting transformed into town and cities. It is also noticed that many features of traditional villages are vanishing now. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു വില്ലേജുകളുടെ നാടാണ്. എന്നാൽ എന്താണ് ഇന്ന് ഒരു പല വില്ലേജുകളും ടൗണുകളായിട്ടും സിറ്റികളായിട്ടും ഒക്കെ മാറ്റം സംഭവിച്ചിട്ട് എല്ലാവരും ടൗൺ ലൈഫും സിറ്റി ലൈഫും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. Can you identify some of the occupation prevalent in villages? Cattle rearing, agriculture, pottery making, cobblers, mat making. Okay, that's all for today. Today we discussed about topics like tribes, what are the features of tribal community, rural community, the features of rural community. I conclude my class. All of you understood all topics. Okay, thank you.